മാണിക്യമാണെന്ന് പറഞ്ഞു. അങ്ങയുടെ ചിലപ്പിനകത്ത് എന്താണുള്ളതെന്ന് വെല്ലുവിളി നടത്തിയ ആ വലിയ ധീരവന്ധ്യങ്ങൾ കേട്ടില്ല. എൻ്റെ പേര് കണ്ണകി. കണ്ണകി ഒരു ചിലമ്പ് എടുത്ത് പിടിച്ച് രാജാവിനോട് ചോദിച്ചു, അങ്ങയുടെ ഭാര്യയുടെ ചിലമ്പിനകത്ത് എന്താണുള്ളത്? അപ്പോൾ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ ചിലമ്പിനകത്ത് മുത്തുകളും വൈരങ്ങളൊക്കെയാണ്, മുത്തുകൾ പൗരങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ കണ്ണകി പറഞ്ഞു, എങ്കിൽ എൻ്റെ ചിലമ്പിനകത്ത് ഉള്ളത് എന്താണ്? വൈരമാണ്, വൈരക്കല്ലുകളാണ്. അപ്പോൾ രാജാവ് അത്ഭുതം, ഈ നാടോടി വന്ന സ്ത്രീയുടെ ചിലമ്പിനകത്ത് വൈരക്കല്ലുകൾ, ഒരു കാരണവശാലും അതിന് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചിലമ്പ് നമുക്ക് ഉടയ്ക്കാം. അങ്ങനെ കണ്ണകി ആ രാജാവിന് മുന്നിൽ തന്നെ ചിലമ്പ് എറിഞ്ഞുടയ്ക്കുന്നത്, അതിൽ നിന്ന് വൈരക്കല്ലുകൾ അങ്ങനെ ചെതറി വീഴുകയാണ്. രാജാവ് അത്ഭുത പരതന്ത്രനായി തനിക്ക് പറ്റിയ തെറ്റോർത്ത് വളരെ ദുഃഖിതനായി നിൽക്കുന്ന കാഴ്ച. അപ്രകാരം രാജാവ് ദുഃഖിതനാവാനും കണ്ണകി ചിലമ്പ് നിലത്തെറിയാനും ഒക്കെ ഉണ്ടായ സാഹചര്യം എന്താണ്? ഭർത്താവായിട്ടുള്ള കോവലനെ ചിലമ്പ് മോഷ്ടിച്ചു എന്നുള്ള പേരിൽ ആണ് രാജാവ് കൊല്ലുന്നത്. പല വെട്ടിക്കഴിഞ്ഞു. രാജാവിൻ്റെ ഭാര്യയുടെ ഒരു ചിലമ്പ് മോഷണം പോയി. ആ മോഷണം പോയ ആളെ തെരഞ്ഞിട്ട് രാജാവിൻ്റെ ഭടന്മാർ രാജ്യം മുഴുവൻ നടക്കുന്ന സമയത്താണ് ഒരാൾ ചിലമ്പായിട്ട് വിൽക്കാൻ നടക്കുന്നത്. സ്വാഭാവികമായിട്ട് സംശയം തോന്നാൻ അവർ പിടിച്ചു. പക്ഷേ ചിലമ്പ് എന്താണെന്ന് പരിശോധിക്കുന്നതിന് മുമ്പെയാണ് ശിക്ഷ നടപ്പാക്കിയത്. അപ്പോഴാണ് കണ്ണകി ഇത് അറിഞ്ഞിട്ട് മറ്റേ ചിലമ്പുമായിട്ട് വരുന്നത്. അപ്പോൾ പരിശോധിച്ച സമയത്താണ് രാജാവിനെ പറ്റിയ തെറ്റ് രാജാവ് മനസ്സിലായത്. അങ്ങനെയാണ് മധുര നഗരത്തെ മുഴുവൻ കണ്ണകി ചുട്ട് ചാമ്പലാക്കുന്നത്. തൻ്റെ തപശക്തി കൊണ്ട്, തൻ്റെ ക്രോധാഗ്നി കൊണ്ട് മധുര നഗരത്തെ മുഴുവൻ, കൊട്ടാരത്തിൽ മുഴുവൻ കണ്ണകി ചുട്ട് ചാമ്പലാക്കുന്നത്. അതാണ് ഇളങ്കോവടികളുടെ കണ്ണയുടെയും കഥ പറയുന്ന ചിലപ്പതികാര മഹാകഥ കേട്ടിട്ടുണ്ട്. ചിലപ്പതികാര മഹാകഥ പറയുന്ന കഥയുടെ നഗരം മധുരയാണ്. അപ്പോൾ ആ മധുരയിലേക്കാണ് നമ്മൾ പോകുന്നത്. വൈഗാ നദിയുടെ കരയിലാണ് മധുര നഗരം സ്ഥിതി ചെയ്യുന്നത്. വൈഗ ഒഴുകുന്ന നദിയുടെ പേര് വൈഗ നദി. അപ്പോൾ പാണ്ഡ്യരാജാക്കന്മാരുടെ പ്രതാപകാലത്ത് ആണ് മധുര നഗരം വളർന്ന് വികാസം പ്രാപിച്ചത്. അപ്പോൾ ആ കാലത്താണ് വൈഗാ നദി അതിനടുത്ത കരയിലുള്ള ക്ഷേത്രം. അപ്പോൾ മധുര ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു നഗരം വികസിച്ചത്. 3000-ഓളം വർഷത്തെ പഴക്കമുള്ള നഗരം. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ആധുനിക ക്ഷേത്രത്തിൻ്റെ ചരിത്രം 1300-കളിലാണ് ആരംഭിക്കുന്നത്. ദേവേന്ദ്രൻ തപസ് ചെയ്ത സ്ഥലമാണ് മധുര. ദേവേന്ദ്രൻ തപസ് ചെയ്തിട്ട് ഭഗവാൻ, അതായത് ദേവേന്ദ്രന് പലതരത്തിലുള്ള പാപങ്ങളുടെയും കഴിയുന്നതിന് വേണ്ടിയിട്ട് ദേവേന്ദ്രനോട് ഭൂമിയിൽ തപസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ദേവേന്ദ്രൻ പരമശിവനെ പ്രതിഷ്ഠിച്ച് തപസ് ചെയ്ത സ്ഥലമാണ്. അങ്ങനെയാണ് ഇവിടെ ശിവസാന്നിധ്യം ഉണ്ടായത്. അങ്ങനെ ഭഗവാൻ ദേവേന്ദ്രന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ശാപമോക്ഷവും കൊടുത്തു. എല്ലാ അസുഖങ്ങളിൽ നല്ലത് ഭേദമാവാൻ അനുഗ്രഹം കൊടുത്തു. ഇങ്ങനെ കഴിയുന്ന കാലത്ത് പലരും അവിടെ വന്നിട്ട് വലിയൊരു കാടായിരുന്നു അവിടെ. അങ്ങനെയാണ് അവിടെയുള്ളൊരു വ്യാപാരി അതുവഴി പോകുന്ന സമയത്ത് കാടിനകത്ത് ശിവലിംഗം കാണുന്നത്. അത് അന്നത്തെ പാണ്ഡ്യരാജാവിനെ ഈ വ്യാപാരി അറിയിക്കുന്നു. ആ രാജാവ് വന്നു നോക്കുന്ന സമയത്ത് കാട് പിടിച്ച സ്ഥലത്ത് ഒരു ശിവലിംഗം കാണും. സുന്ദരപാണ്ഡ്യൻ പേര് വലിയ പ്രസക്തമല്ല, കാരണം പല കഥകളിലും പല ചരിത്രങ്ങളിലും പല പേരുകളാണ് പറയുന്നത്. സുന്ദരപാണ്ഡ്യൻ എന്നാണ് പല സ്ഥലത്തും അറിയപ്പെടുന്ന ഒരു പേര്. എന്തായാലും സുന്ദരപാണ്ഡ്യ രാജാവ്, പാണ്ഡ്യ രാജാവ് അവിടെ ഒരു ക്ഷേത്രം പണി കഴിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അങ്ങനെയാണ് ഇവിടെ പ്രസിദ്ധമായിട്ടുള്ള മധുര മീനാക്ഷി ക്ഷേത്രം ഉണ്ടാവുന്നത്. പക്ഷേ പിന്നീട് മാലിക് കഫൂറിൻ്റെ ഇന്ത്യ ആക്രമണ കാലത്ത് മാലിക് കഫൂർ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുകയും ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളൊക്കെ പല ഗോപുരങ്ങൾ തകർക്കുകയും ഈ ക്ഷേത്രത്തിന് വലിയ രീതിയിലുള്ള ശേഖരമായിട്ടുള്ള സ്വത്തുകളൊക്കെ കൊള്ളയടിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ സമ്പത്ത് വലിയ രീതിയിൽ നഷ്ടപ്പെടാൻ അത് കാരണമാക്കി. ആ ക്ഷേത്രത്തിൻ്റെ വലിയൊരു ഭാഗം തകർന്നു കിടന്നു. പിന്നെ 1600-കളിലാണ് ഈ ക്ഷേത്രം വീണ്ടും പുനരുദ്ധാരണം ചെയ്യുന്നത്. ഒന്ന് കാണുന്ന ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും കരിങ്കൽ വിസ്മയം, മധുര ക്ഷേത്രത്തെ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് കരിങ്കല്ലുകളുടെ വിസ്മയം എന്നാണ്. അപ്പോൾ ലോകത്തിൽ അമേരിക്കയിലെ ഒരു ചാനൽ പ്രസിദ്ധീകരിച്ചത് ലോകത്തിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ മധുര മീനാക്ഷി ക്ഷേത്രമാണ്. അത്രയും വിസ്മയമായിട്ടുള്ള നിരവധി കൊത്തുപണികൾ കൊണ്ട് ലോകത്തെ അമ്പരിപ്പിച്ച ഒരു ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. അത്രയും വലിയ രീതിയിലുള്ള കൊത്തുപണികളും അത് അത്ഭുതപ്പെടുന്ന സപ്തസ്വര മണ്ഡപവും ഒക്കെ ഉണ്ട്. കല്ലുകളിൽ കവിത വിരിയിക്കാൻ പറ്റും. കല്ലുകളിൽ സ്വരങ്ങൾ വിരിയിക്കുന്ന കല്ലുകളുള്ള കരിങ്കൽ തൂണുകളുള്ള
അതിമനോഹരമായ ഒരു ക്ഷേത്ര സങ്കേതമാണ് നമ്മൾ പോകുന്ന മധുര മീനാക്ഷി ക്ഷേത്രം. അതാണ് ആധുനിക കാലഘട്ടത്തിൽ ചരിത്രം. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏതൊരു ക്ഷേത്രത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പൗരാണികമായൊരു ചരിത്രം ഉണ്ടാവും. ഇവിടെ സുന്ദരേശൻ ആണ് ഈശ്വരൻ. ശിവന്റെ ഇവിടുത്തെ പേര് സുന്ദരേശൻ. പാർവതിയുടെ പേരാണെന്ത്? മീനാക്ഷി. അതായത് മീനിന്റെ കണ്ണുകളോട് കൂടിയവൾ. ഈ പാണ്ഡ്യരാജാക്കന്മാരുടെ ഔദ്യോഗികമായുള്ള മുദ്രയും എന്താണ്? മീനാണ്. അപ്പോൾ പല സ്ഥലത്തും ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് കല്ലിൻ്റെ മുകളിൽ മീൻ കാണും, മീൻ ചൂടാണ്ടാവും. അപ്പോൾ അമ്പലത്തിൽ എന്താ മീൻ വന്നെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരം പല്ലാസ്വാമി ക്ഷേത്രത്തിലൊക്കെ കല്ലിന് മേലെ മീൻ ഉണ്ടാവും. അപ്പോൾ രാജാക്കന്മാർ അവരുടെ നിർമ്മിത ക്ഷേത്രങ്ങളുടെ അവരുടെ ഔദ്യോഗിക മുദ്ര കൊത്തിവെക്കും. ഇപ്പോൾ നമ്മൾ സിംഹത്തിൻ്റെ തല കൊത്തിവെക്കുന്നത് പോലെ. അപ്പോൾ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള മുദ്ര മത്സ്യം. അപ്പം അതുകൊണ്ടും ഇവർ അങ്ങനെ ഈ രാജാവ് പരാശക്തിയുടെ വലിയ രാജാവ് രാജ്ഞിയും പരാശക്തിയുടെ ആരാധകരായിരുന്നു. അപ്പോൾ ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അവർ അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് രാജ്യം ഭരിക്കാൻ പറ്റില്ല, പ്രതാപശാലിയായിട്ടുള്ള മകനുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വലിയ യാഗം, പുത്രകാമേഷ്ടി യാഗം നടത്തി. അങ്ങനെ ആ പുത്രകാമേഷ്ടി യാഗത്തിൽ അവർക്ക് യാഗത്തിൽ നിന്നും ഒരു കുട്ടി ജനിച്ചു. പക്ഷേ ആൺകുട്ടിയല്ല, പെൺകുട്ടിയാണ്. അപ്പോൾ പെൺകുട്ടി നല്ല പച്ച കളറ്, ശരീരത്തിന് ഇളം പച്ച നിറം, പ്രത്യേക നിറം. ചില ദേവീനെ ചിത്രങ്ങൾ കാണാം പച്ച നിറം. അതാണ് കാരണം. പച്ച ശരീരത്തിലൊക്കെ പച്ച നിറം, നരതര നിറം. അതേപോലെ തന്നെ കണ്ണുകളൊക്കെ മീനിനെ പോലെ കണ്ണുകൾ, നീണ്ട കണ്ണുകൾ. അല്ലാതെ നീണ്ട മീനാണ് വലിയ രസം, മത്തിയെന്നാണ് വലിയ രസം ഉണ്ടാവും. എല്ലാ നീണ്ടും ഇവിടെ വരെ കണ്ണായിരിക്കും, അത്ര സുഖമായിരുന്നു. നല്ല മീൻ, നല്ല ഒന്നിഞ്ഞ മീൻ, കുറച്ച് വയറ് വീർത്തിട്ടുള്ള, അങ്ങനെ ചുണ്ട് വീർത്തിട്ടുള്ള ഇങ്ങനെ വരുന്ന മീനുണ്ട്. ആ മീൻ അങ്ങനെ വിചാരിച്ചാൽ അപ്പൊ ആ മീനിന്റെ കണ്ണുകളോട് കൂടിയത്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നേ, അങ്ങനെ കൂട്ടാ എന്തായാലും. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ടായി, ജനിച്ച സമയത്ത് 3 മുലകളുണ്ടായി. അപ്പോൾ അത് അത്ഭുത രാജാവിനെ കുറിച്ച് എപ്പോഴാണ് ഇത് കണ്ട സമയത്ത് ഇതുണ്ടായി. അപ്പോൾ ഒരു അശരീരുണ്ടായി. എപ്പോഴാണോ പ്രതിഷ്ഠിത വരനെ കണ്ടുമുട്ടുന്നത്, വിവാഹം കഴിക്കേണ്ട ആളെ കണ്ടുമുട്ടുന്നത്, അതിലൊന്നും അപ്രത്യക്ഷമാവും. ഇപ്പോൾ രാജാവിന് സമാധാനമായി. അപ്പോൾ പിന്നെ ആളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പക്ഷേ ആൺകുട്ടികളെ വളർത്തുന്ന പോലെ വളർത്തിക്കോളണം, ഇങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാ ആയോധന കലകളും എല്ലാം പഠിപ്പിച്ചു. ആരെ? ഈ മീനാക്ഷി. അങ്ങനെ പഠിപ്പിച്ചു, അത് ഗംഭീരമായി. അപ്പോൾ മീനാക്ഷിക്ക് യാത്ര ചെയ്യാൻ വലിയ താല്പര്യമാണ്. അങ്ങനെ യാത്ര ചെയ്ത സമയത്ത് 2 രീതിയിൽ പറയുന്നുണ്ട്. 7 യുദ്ധങ്ങൾ ചോദിച്ചു. 8ാമത്തെ യുദ്ധത്തിൽ സുന്ദരേശൻ പടയായി വന്നു. പിന്നെ മീനാക്ഷിയെ കണ്ടു. അങ്ങനെ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ പോലെ അപ്രത്യക്ഷമായ സമയത്ത് തന്നെ മനസ്സിലായി ഇതാണ്. അല്ല, യാത്ര ചെയ്ത സമയത്ത് കൈലാസത്തിലെത്തി യാത്ര ചെയ്ത് അപ്പോൾ അവിടെ വെച്ച് സുന്ദരേശനെ കണ്ടു എന്നും വിശ്വാസമുണ്ട്. എന്തായാലും കണ്ടുമുട്ടിയ സമയത്ത് അപ്രത്യക്ഷമായി ഒരു തമ്മിൽ ഇഷ്ടത്തിലായി. അങ്ങനെ രാജാവിൻ്റെ അന്ന് മലയധ്വജ പാണ്ഡ്യൻ എന്നാണ് രാജാവിൻ്റെ പേര്. മലയധ്വജ പാണ്ഡ്യൻ്റെ മകളാണ് മീനാക്ഷി. അങ്ങനെ അവിടെ വന്നു. അങ്ങനെ ഇവരുടെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മഹാവിഷ്ണുവാണ് സഹോദര സ്ഥാനത്ത് നിന്ന് കാർമ്മികത്വം കഴിയുന്നു. ഈ ശില്പം അവിടെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് ബലിക്കലിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാം മീനാക്ഷി കല്യാണം. മീനാക്ഷി കല്യാണം ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവം മധുര മീനാക്ഷി കല്യാണമാണ്. ആ മീനാക്ഷി കല്യാണം ശില്പത്തിലെ അതിമനോഹരമായ ശില്പത്തിൽ കൂടെ തൊട്ട മുന്നിട്ടാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് ബലിക്കലിന് തൊട്ടടുത്തായിട്ട് തന്നെ ഈ മീനാക്ഷി കല്യാണം ഇവിടെ കുത്തിവെച്ചിട്ടുണ്ട്. കരിങ്കൽ തൂണിൽ തന്നെ നല്ല വിഷ്ണു കൊടുക്കുന്നു, ശിവൻ പാർവതിയെ കല്യാണം കഴിക്കുന്ന ചിത്രം അവിടെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഭഗവാൻ പാർവതിയെ പരിഗണിച്ച സ്ഥലവും കൂടിയാണ്, അല്ലെങ്കിൽ മീനാക്ഷിയെ പരിഗണിച്ച സ്ഥലം കൂടിയാണ് ഈ സ്ഥലം. അങ്ങനെ പ്രസിദ്ധി, അതാണ് പുരാണ പ്രസിദ്ധി. അങ്ങനെ ആ രീതിയിൽ കുറേ കാലം ഈ രാജ്യം ഭഗവാൻ തന്നെ ഭരിച്ചു എന്നൊക്കെയാണ്. പൗരാണിക കഥകളാണ്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ കഥയാണ് പാണ്ഡ്യൻ്റെ കഥ പറഞ്ഞത്. എന്തായാലും പക്ഷേ ഇതിൽ പുരാണം എവിടെയാണ്, ചരിത്രം എവിടെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഹിമാലയത്തിൽ നിന്ന് സുന്ദരേശനെ കണ്ടുന്നു, ഇവിടെ വന്ന് വിവാഹം കഴിക്കുന്ന പറയുന്ന സമയത്ത് ചരിത്രകാലത്തേക്ക് ശിവൻ ഇറങ്ങി വരുന്ന പോലെയാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇഴതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്തായാലും പാണ്ഡ്യരാജാവിൻ്റെ മകളായിട്ട് ആദ്യ പരാശക്തി ജനിച്ചു എന്നതാണ് സങ്കല്പം. പരാശക്തി പരാശക്തിയുടെ അംശമായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് പരാശക്തി ആയിരിക്കാം. അത് ജനിച്ചു. അങ്ങനെയാണ് അതിന് മീനാക്ഷിയുടെ പേര് കൊടുക്കുന്നു. സുന്ദരേശൻ വിവാഹം. ആ സുന്ദരേശൻ്റെ വിവാഹം പാർവതി മീനാക്ഷിയായിട്ടുള്ള കല്യാണമാണ് മീനാക്ഷി കല്യാണം എന്ന പേര് പ്രസിദ്ധമായിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഇവിടെ മേടമാസത്തിലാവുന്നു. ഇവിടെ മീനാക്ഷി കല്യാണം വലിയ ഉത്സവമായിട്ട് നടക്കും. ലക്ഷക്കണക്കിന് ആളുകൾ വരും. അപ്പോൾ 2 ക്ഷേത്രമാണ്, സുന്ദരേശൻ, മീനാക്ഷി. ഇടത് ഭാഗത്ത് മീനാക്ഷി, തെക്ക് ഭാഗത്ത് മീനാക്ഷിയും വടക്ക് ഭാഗത്ത് സുന്ദരേശനും. പേര് ശരിക്കും ക്ഷേത്രനാഥൻ സുന്ദരേശനാണ്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പേരാണ് അതിന് മീനാക്ഷി ക്ഷേത്രം എന്നാണ് പറയുക. അങ്ങനെ അപൂർവം ക്ഷേത്രങ്ങളുണ്ടാവുള്ളൂ.
ക്ഷേത്രനാഥൻ്റെ പേരിലല്ല ക്ഷേത്രം അറിയപ്പെടുന്നത്, മീനാക്ഷിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം മീനാക്ഷിക്കാണ് അവിടെ ശക്തി. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ദർശനത്തിന് പോകുന്ന സമയത്തും ഏറ്റവും തിരക്കുണ്ടാകാൻ പോകുന്നതും ക്യൂ നിൽക്കേണ്ടി വരുന്നത് മീനാക്ഷിക്കാണ്. മറ്റവിടുത്തെ ആളുകൾ വരുന്നത്, ഈ ആളുകളൊക്കെ അവിടെയും പോകുന്നുണ്ട്, പക്ഷെ അവിടെ തിരക്കുണ്ടാവും, അവിടെ പെട്ടെന്ന് തൊഴുത് കഴിയും. പക്ഷെ മീനാക്ഷി വരുന്ന ആൾക്കാരൊന്നും പോരില്ല, അവിടെ എങ്ങനെയൊക്കെയോ അങ്ങനെ വൈകും. അതാണ് സ്ഥിതി. എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല. അവിടെ എപ്പോഴും ക്യൂ ആയിരിക്കും. എന്തായാലും 10-15 ഏക്കറോളം ഹലോ, ശ്രദ്ധിക്കുന്നോ? ഇവിടെ ശ്രദ്ധിക്കോ? ശ്രീയുള്ളവരെ, നമ്മൾ അതിമനോഹരമായിട്ടൊരു സ്ഥലത്തിലൂടെയാണ് പോകുന്നത്. രണ്ട് ഭാഗത്തും കൃഷിയുടെ വൈവിധ്യം കാണാം, പലതരത്തിലുള്ള കൃഷിയും നമുക്ക് രണ്ട് ഭാഗത്തും കാണാം. നിറയെ തെങ്ങിൻ തോപ്പുകൾ കാണാം, ഇടയ്ക്കിടയ്ക്കായിട്ട് അതിലേക്ക് നിൽക്കുന്ന മലനിരകൾ കാണാം, കരിമ്പനകൾ കാണാം. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയിൽ ക്യാൻവാസിൽ എന്ന പോലെ നിൽക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് രണ്ട് ഭാഗത്തും. ഈ കാഴ്ചകൾക്കിടയിലൂടെയാണ് ഒറ്റയടി റോഡ്. ആ റോഡിലൂടെ വാഹനം കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ കാഴ്ചകൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, പഴം നീ ആണ് പഴനിയായത്, പഴം നീയാണ് പഴനിയായത്. എന്ത് പഴമാണ്? മാമ്പഴമല്ല, ജ്ഞാനപ്പഴവും ധർമ്മപ്പഴവും. അപ്പം ഭഗവാൻ അച്ഛൻ മകനോട് പറയാണ്, കേട്ടോ, അതിമനോഹരമായിട്ടുള്ള സൂര്യകാന്തി പൂക്കൾ കേട്ടോ, സൂര്യകാന്തി ഇതിനെ നോക്കിയിട്ടാണ് ബിജു പാടി. ഓക്കെ, അപ്പം പരമശിവൻ മുരുകനോട് പറയാണ്, നീ എന്തിനാണ് കരയുന്നത്, നീ എന്തിനാണ് വിഷമിക്കുന്നത്, ഈ ധർമ്മത്തിൻ്റെ പഴമാണ്, നീ തന്നെയാണ് ജ്ഞാനപ്പഴം. അങ്ങനെയുള്ള ആ പഴം നീ തന്നെ ആയതുകൊണ്ട് അങ്ങനെ നീങ്ങി വിൽക്കുന്ന സ്ഥലം എന്താണെന്ന് അറിയപ്പെടുന്നു? പഴം നീ എന്ന് അറിയപ്പെടും. അപ്പം അങ്ങനെ പറയണമെങ്കിലൊരു കാരണമാണല്ലോ. ആ കാരണമാണ് പഴനിക്ക് നിദാനമായിട്ട്. അഗസ്ത്യ മഹർഷി ഭഗവാനും പരാശക്തിയും ധ്യാനിച്ചുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഓരോരോ മലകളിലായിട്ട് അങ്ങനെ ശക്തിഗിരി, അതേപോലെ തന്നെ രണ്ട് മലകൾ, ശക്തിഗിരി, ചന്ദ്രഗിരി, രണ്ട് മലകളിലായിട്ട് ഇവരെ കുടിയിരുത്താൻ വേണ്ടി ശിവഗിരി, ശക്തിഗിരി, അങ്ങനെ ഒന്നിൽ രണ്ട്. അപ്പോൾ രണ്ട് മലകളെ ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചു ഈ ഭാഗത്ത്. അങ്ങനെ എന്ത് ചെയ്തു? അതൊരു ഭൂതഗണത്തെ സൃഷ്ടിച്ചു. ആ ഭൂതഗണത്തിന് പേരാണ് ഹിഡുംബറിനെക്കാൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂതഗണം എന്ത് ചെയ്തു? ഈ രണ്ട് മലകളെ ഒരു കാണ്ടത്തിൻ്റെ മുകളിൽ തോളിലിട്ടാണ് കാവടി മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഹിഡുംബർ ഈ മലകൾ അഗസ്ത്യ മഹർഷി കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ രണ്ട് ശക്തികളാണ്, പരാശക്തി, ശിവശക്തി. ഇതിൽ ആ രണ്ട് മലകളെ സങ്കല്പത്തിൽ തോളിലിട്ട് ഹിഡുംബർ എടുത്ത് നടക്കാൻ കാണ്ടത്തിൻ്റെ മുകളിൽ കാവടി എടുക്കുന്ന പോലെ ഇങ്ങനെ നടത്ത് കുറേ ദൂരം വന്ന സമയത്ത് ഹിഡുംബർക്ക് കുറച്ച് ക്ഷീണമായി. അപ്പോൾ ഈ മല രണ്ട് സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു മടക്കണം എന്ന് വിശ്രമിക്കുക. അപ്പോഴാണ് കൈലാസത്തിൽ ഒരു തർക്കം നടന്നത്. നാരദൻ എന്ത് ചോദിച്ചാൽ ഒരു അതിവിശേഷപ്പെട്ട ഒരു പഴം ഭഗവാൻ സമ്മാനിച്ചു. ആ വിശേഷപ്പെട്ട പഴം ഭഗവാൻ ഇവർ രണ്ടുപേരും പാർവതി പരമേശ്വരൻ ഇത് മക്കൾക്ക് കൊടുക്കാം, നല്ല നമ്മൾ കഴിക്കണം, കുട്ടികൾ കൊടുക്കും, നല്ല അത്ര വിശേഷപ്പെട്ടത്. പക്ഷെ നാരദൻ ഉടനെ പറഞ്ഞ് മുറിക്കാൻ പറ്റുന്നു, പകുതിയെ കൊടുക്കാൻ പറ്റില്ല, ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്നൊരു ഉപാധി വെച്ചു. നമ്മൾ കേട്ടത് എനിക്ക് കഥ. ഉപാധി എന്താണെന്ന് പറഞ്ഞാൽ ലോകം ചുറ്റുകാരണം. സുബ്രഹ്മണ്യൻ അത് കേട്ട ഉടനെ മയിലിനെടുത്ത് മയിലിനെ കൊണ്ട് പിടിക്കുന്നു. മയിലേ വരൂ, അതിൻ്റെ പുറത്ത് നിന്ന് ഒറ്റ പോക്കാം, ലോകം ചുറ്റാൻ പറ്റും. ഗണപതി ഒന്നും അറിയാതെ കൂടായിട്ട് അവിടെ ഓരോന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിച്ചപ്പോൾ ഗണപതി എന്തൊരു അച്ഛനെ എന്തെങ്കിലും ചുറ്റിയിട്ട് അതിന് പഴത്തിന് കൈ നീട്ടി. അപ്പോൾ അത് പറഞ്ഞു അത് പറ്റില്ല, അത് എന്താ? അപ്പം പറഞ്ഞു അച്ഛനും അമ്മയൊന്നും വലിയ ലോകമില്ല, അച്ഛനും മാതാപിതാക്കളുടെ അപ്പുറം വേറെന്താ ലോകം? ന്യായമാണെന്ന് വെച്ചിട്ടുണ്ട്, ശരിയാണോ? വലിയൊരു ബുദ്ധിയാണല്ലോ ഉപയോഗിച്ചത്. ആ പഴം എടുത്ത് ഒന്നും ആലോചിക്കാൻ അപ്പോൾ കൊടുത്തു. സുബ്രഹ്മണ്യൻ ലോകമൊക്കെ ചുറ്റി വരുന്ന സമയത്ത് ഗണപതി സുഖമായി തന്നെ പഴങ്ങനെ കഴിക്കുക. അപ്പോൾ ആ സമയത്ത് സുബ്രഹ്മണ്യൻ കഷ്ടപ്പെട്ടു.
അല്ലെങ്കിൽ ഞാൻ ലോകം മുഴുവൻ ചുറ്റും ഇവിടെ ഔട്ടടിച്ചാണ് കൊടുക്കും. സുബ്രഹ്മണ്യം പണിയിട്ട് വസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് സൗബീനം മാത്രം എടുത്തിട്ട് ആഭരണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് സുബ്രഹ്മണ്യം പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ എന്ത് ചെയ്തു? വന്നിരുന്നു. ഒരു സ്ഥലത്ത് ഒറ്റ പോക്കാം പോയി ഇരുന്നത് ഈ മലേൻ്റെ മുകളിൽ, ഈ ഇടുമ്പർ വെച്ച മലേൻ്റെ മുകളിൽ. ഇടുമ്പർ കുറേ കഴിഞ്ഞ് ചൂടൊക്കെ മാറ്റി കയ്യൊക്കെ കുറഞ്ഞ് മുകളിൽ കാണ്ടങ്ങ് എടുത്തിട്ട് പൊക്കുന്നത് ഒരു ഭാഗം പൊക്കുന്നില്ല. ഇതെന്ത് സംബന്ധിച്ച് മനസ്സിലാവും? അതുവരെ കൊണ്ടുവന്നതല്ലേ, ഒരു ഭാഗം മാത്രം പോകുന്നില്ല. നോക്കി പരിശോധിക്കാൻ തീരുമാനിച്ചു. പരിശോധിച്ചു സൗദിയിലെടുത്ത് കുട്ടി നിങ്ങൾ വിളിക്കുന്നു. ഇടുമ്പർക്ക് ദേഷ്യം വന്നു. ഇറങ്ങി പോകാൻ വേണ്ടി കേട്ടില്ല. കുട്ടി അനങ്ങുന്നേയില്ല. കുട്ടി എന്തോ ധ്യാനത്തിൽ ഇരിക്കുന്നില്ല. അപ്പോൾ ഇടുമ്പർ ഇതിനെ ആക്രമിക്കാൻ പോയിരുന്നു. കണ്ണു പറഞ്ഞത് ഇടുമ്പറാണ്. അല്ലേക്കത്ര അച്ഛനോട് ദേഷ്യം പിടിച്ചിട്ടാണ് ഒറ്റയടിക്ക് ഇടുമ്പരാൻ കൊണ്ടുവന്നു ഒരിക്കൽ. ഇതൊക്കെ നോക്കി അതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് മഹർഷി എന്തായി നോക്കാൻ വേണ്ടി വന്നു നോക്കുന്ന സമയത്ത് തൻ്റെ ഭൂതകൾ കണ്ട് ചർച്ച നടത്തി. അപ്പോൾ അറസ്റ്റ് മഹർഷിക്ക് ഭയങ്കര നമ്മുടെ നോക്കുന്ന സമയത്ത് ഈ കുട്ടീനെ കണ്ട സമയത്ത് അറസ്റ്റിന് മനസ്സിലായി ഇത് നിസ്സാര കാര്യം കുറിക്കല്ല. നമസ്കരിച്ച് പറഞ്ഞു ഇടുമ്പൽ വലിയൊരു പീഡകനാണ്, ഒരു ഉപദ്രവവും തെറ്റും ചെയ്യുന്ന ആളല്ല, എന്തോ കണ്ട് ദേഷ്യം കൊണ്ടാണ് പുറക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇടുമ്പർക്ക് വീണ്ടും ജീവൻ കൊടുത്തു, അനുഗ്രഹിച്ചു. അങ്ങനെ പുനർജീവൻ വന്നു. അങ്ങനെ പക്ഷേ ഈ മല ഇവിടുന്ന് മാറ്റാൻ പറ്റില്ല, ഞാനിവിടെ ഇരുന്നരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടത്തെ ഇരുന്നു, മുരുകൻ അവിടത്തെ ഇരുന്നു. അങ്ങനെയാണ് ഈ പഴനി. അപ്പോഴാണ് എന്ത് ചെയ്തു ഭഗവാൻ ഇവർ സുബ്രഹ്മണ്യം പിണങ്ങി പോയല്ലോ. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അപ്പം പാർവതീദേവി പറഞ്ഞു അത് ശരിയായില്ല, അവനെ സങ്കടപ്പെടുത്തി ശരിയായില്ല, അവനെ തിരിച്ചു വിളിക്കണം, അവനെ കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെ ഒരു അന്വേഷിച്ച് വന്ന സമയത്തുണ്ട് ഈ മലയുടെ മേലെ ഇരിക്കുന്നത്. ഞാനിങ്ങോട്ട് വരില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ പഴം ആ സമയത്ത് ഭഗവാൻ പറയുന്നതാണ് നീ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട, കാരണം നീ ജ്ഞാനപ്പഴമാണ്, അറിവിൻ്റെ അങ്ങേയറ്റാണ്. അതേപോലെ തന്നെ ധർമ്മത്തിൻ്റെ പഴം നീയാണ്. അപ്പോൾ ധർമ്മത്തിൻ്റെ പഴവും ജ്ഞാനപ്പഴവും ആയ അത് സ്വയം നീ തന്നെ ആയിരിക്കും, നിനക്ക് മറ്റൊരു പഴത്തിൻ്റെ ആവശ്യം എന്താണുള്ളത്. വലിയൊരു തത്വമാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിൽ ആ ഒരു അനുഗ്രഹത്തിൽ മുരുകന് കുറച്ചൊരു ആശ്വാസം. പക്ഷേ പറഞ്ഞു ഞാൻ ഈ ഭൂമിയെ മുഴുവൻ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അങ്ങനെയാണ് പ്രസിദ്ധമായിട്ടുള്ള മുരുകൻ്റെ 6 പടൈ വീടുകളിൽ ഒന്നായിട്ടുള്ള പഴനി ക്ഷേത്രത്തിലെ ഉത്ഭവത്തിൻ്റെ പൗരാണിക കഥ എങ്ങനെയാണ്. അപ്പോൾ 6 പടൈ വീടുകൾ നമ്മൾ എന്താണെന്ന് അറിയാം. 6 പടൈ വീടുകൾ എന്ന് കേട്ടില്ലേ? അത് കേട്ടില്ല. എന്താ 6 പടൈ വീട്? തിരുച്ചെന്തൂര്, പിന്നെ തിരുത്തടി, അതേപോലെ തന്നെ തിരുപ്പുറക്കുണ്ട്രം, അങ്ങനെ 6 പടൈ വീടുകളുണ്ട്. ഈ 6 പടൈ വീടുകൾ എന്ന് പറഞ്ഞാൽ ശൂരസംഹാരത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ പടയുമായി പോകുന്ന സമയത്ത് 6 സ്ഥലങ്ങളിലാണ് തമ്പടിച്ചത്. ശൂരസംഹാരം നടന്ന സ്ഥലം തിരുച്ചെന്തൂരിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയിൽ ഭഗവാൻ തമ്പടിച്ച സ്ഥലങ്ങൾ പിന്നീട് 6 പടൈ വീടുകൾ എന്നുള്ള പേരിൽ അറിയപ്പെടും. പടവീടുകളാണ്. പണ്ട് രാജാക്കന്മാർ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് ഓരോ സ്ഥലത്ത് തമ്പടിച്ചിട്ടാണ് പോകുക. അപ്പോൾ പടനില കോഴിക്കോട്, പടനില അങ്ങനെയാണ് പേര് വരാനുള്ളത്. അവിടെ പടനില മഴക്കാലത്തിൽ കടകൾ സംഘടിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്. ഇങ്ങനെ പടനില ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് 6 പടൈ വീടുകളുണ്ടായത്. അപ്പോൾ അതൊക്കെ പിന്നീട് വലിയ സുബ്രഹ്മണ്യ ആരാധനാ കേന്ദ്രങ്ങളായിട്ട് മാറി. പിന്നെ പഴയ തമിഴകത്ത്. അപ്പം അങ്ങനെ ഉള്ള ഈ 6 പടൈ വീടുകളായിട്ട് ഈ ക്ഷേത്രം മാറി. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ഭോഗസിദ്ധം അദ്ദേഹത്തിൻ്റെ കഥപ്പം വളരെ പ്രസിദ്ധമാണ്. LMRK എന്ന് പറയുന്ന ഒരു സംഘടനയിൽ കൂടെ രജിത് കുമാർ, അത് കേട്ട് നിങ്ങളാരെങ്കിലും കുറേ പേര് കേട്ടിട്ടുണ്ടോ? പിന്നെ അദ്ദേഹത്തിന് യുഗപ്പിറവിക്ക് മുമ്പിൽ എന്നൊരു പുസ്തകമുണ്ട്. ഈ അടുത്ത കാലത്താണ്, അധികം പ്രായമുള്ള ആളൊന്നുമില്ല. അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടാകുന്നുണ്ട് മുരുകൻ്റെ. നീ 30 വയസ്സാകുമ്പോൾ നിന്നെ ഞാൻ നയിക്കും, ഞാൻ പറയുന്ന പോലെയാണ്, നീ ഇതിനു വേണ്ടിയാണ് ജനിച്ചത്, മുരുക യുഗം പിറക്കാൻ പോവുകയാണ്, ഇനി മുരുകനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് പറഞ്ഞ അദ്ദേഹത്തിന് സ്വപ്നം ഉണ്ടാകുന്നു. 28ാമത്തെ വയസ്സിൽ അദ്ദേഹം അതൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു ഭക്തനൊന്നുമല്ല, അദ്ദേഹം അതൊക്കെ മറന്നുപോയി. 30 വയസ്സ് തീർച്ചയായും കൃത്യമായി അദ്ദേഹം സ്വപ്നം പഴനിയിൽ പോകണം. അവിടെ ഭോഗസിദ്ധന് 2 വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട്. 2ാമത്തെ വിഗ്രഹം ഇന്ന സ്ഥലത്തുണ്ട്. അവിടെ പോയാൽ നിനക്ക് ഇങ്ങനെ അടയാളങ്ങളുണ്ട്, ആ അടയാളങ്ങൾ നോക്കിയിട്ട് വേണം നീ പോകാൻ. അവിടെ ഒരു ഗുഹയുണ്ട് മലയുടെ പുറകിൽ, അവിടെ നീ പോകണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് സ്വപ്ന ദർശനമുണ്ട്. അങ്ങനെ അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തിനും കൂട്ടിയിട്ട് ഇവിടെ പോയി നോക്കുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് ആർക്കും പ്രവേശനമുണ്ട്. അപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററെ കാണാൻ തീരുമാനിക്കണം. അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല, വലിയ പോസ്റ്റ് ഇരിക്കുന്നുണ്ട്. പക്ഷേ യാദൃശ്യമായിട്ട് ഇയാൾ അഡ്മിനിസ്ട്രേറ്റർ സെക്രട്ടറിനോട് വെറുതെ പറയുന്നു, ഞാനൊരു സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യം പറയാനുള്ളത്. ആദ്യം ഇയാൾ സമ്മതിച്ചത്. പക്ഷേ അഡ്മിനിസ്ട്രേറ്റർ ഇയാൾ പറഞ്ഞ് വിളിക്കാൻ അത്ഭുതമായിപ്പോയി. ഇയാൾ വരെ അത്ഭുതമായിപ്പോയി വിളിച്ചു. അപ്പോൾ ഈ കാര്യം പറഞ്ഞു. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ പോയി നോക്കാൻ സമയത്ത് ഞാൻ എന്താണ് സ്വപ്നം കണ്ട കൃത്യം വഴിയാണ് ഒരു ടോയ്ലറ്റ്, അതിനപ്പുറത്ത് നേരെ പോകുന്നത് അത് കുറഞ്ഞിരിക്കുമ്പോൾ താഴേക്ക് ഗുഹ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്ററിന് അത്ഭുതമായിപ്പോയി.
ആ ഈ യുഗപ്പിറവിക്ക് എന്ന് പറഞ്ഞ മുമ്പിൽ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. യൂട്യൂബിൽ മലയാള അങ്ങനത്തെ ഒരു ചാനൽ അത് 11 ഭാഗ്യങ്ങളായിട്ടത് തിയേറ്ററുകാർക്ക് വന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായാലും വലിയ അത്ഭുതം ഉണ്ടാകുന്നതാണ്. ഒരുപാട് അത്ഭുതങ്ങൾ ഈ പഴനിക്കടുത്തുള്ള ഒരുപാട് മലകളിൽ എവിടെയൊക്കെ ഭോഗസിദ്ധരുടെ പ്രതിഷ്ഠ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വപ്നത്തോടെ പറഞ്ഞിട്ട് ഇദ്ദേഹം വരും, ഒരാളെ കൂട്ടും പോയി ഒക്കെ സ്ഥലം അവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന ഒരു കഥയല്ല, സംഭവമാണ്. ഈ അടുത്ത കാലം അദ്ദേഹത്തോടും ഉണ്ട്. അത് വലിയപ്പോൾ എല്ലാമാർക്കും എന്ന് പറഞ്ഞാൽ വലിയൊരു സംഘടനയായി മാറിക്കഴിഞ്ഞു. ഈ കുന്നുനാളിൽ അവർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. കാവലി സർക്കാർ അവർക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്താ പറയുക, പവലിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ. അപ്പോൾ ഈ നവപാഷാണ വിഗ്രഹമാണ് ഇവിടുത്തെ വിഗ്രഹം. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചല്ലോ, 9 വിഷയങ്ങളായിട്ടുള്ള പല സംഗതികളും ചേർത്തിട്ട് പ്രത്യേക ലായനി രൂപത്തിൽ അതിനെ ഒറ്റയാക്കിയിട്ടാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വിഗ്രഹത്തിന് അത്ഭുത സിദ്ധി വരുന്നുള്ള പറയാനുള്ള കാരണം. അങ്ങനെ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, ഈ യുഗം അവസാനിക്കുന്ന സമയത്ത് ഈ എല്ലാം പ്രളയത്തിലെല്ലാം നശിക്കും. ആ സമയത്ത് ഈ 2ാമത്തെ വിഗ്രഹം നശിക്കില്ല. അത് വീണ്ടും എടുത്ത് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ് ഈ ഭോഗസിദ്ധി 2 വിഗ്രഹം ഉണ്ടാക്കിയതെന്നാണ് സങ്കല്പം. അത് ഒന്ന് ഈ ചുറ്റുപാടിൽ എവിടെയുണ്ട്, അതെല്ലാവർക്കും അറിയുണ്ട്, അതെവിടെ എപ്പോഴും കണ്ടെത്തില്ല. പക്ഷേ ഇദ്ദേഹത്തോട് അതിന് അവസാന ഘട്ടം വരെ എത്തിയ സമയത്ത് അവസാനം ഇവിടുത്തെ അധികൃതർ തീരുമാനിച്ചു ഇപ്പം തൽക്കാലം അത് പോയി എടുക്കാൻ പാടില്ല, എടുക്കേണ്ട തീരുമാനിച്ചാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് സ്വപ്നപ്രകാരം ഉണ്ട് ഇപ്പം സ്ഥലത്തുണ്ടെങ്കിൽ അവർക്കും ബോധ്യപ്പെട്ട് അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല, അത്രയും ക്ലിയറാണ് സ്ഥലം. പക്ഷേ ഇപ്പോൾ എടുക്കേണ്ട തീരുമാനിച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എടുത്തിട്ടില്ല, കണ്ടിട്ടില്ല. അവിടെ പോകാൻ പറ്റിയ ഒരു ഗുഹേൻ്റെ അകത്താണ്. ആ ഗുഹ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അവിടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അങ്ങനെ കാലം കുറേ കടന്നു പോയതിന് ശേഷം ഈ സ്ഥലമൊക്കെ കാട് പിടിച്ചു, ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മുടെ ചേരമാൻ പെരുമാൾ, ആ മക്കയ്ക്ക് പോയ ആളല്ലോ, മക്കയ്ക്ക് പോയ ചേരമാൻ പെരുമാളിനെ കുറിച്ച് കേട്ടില്ലേ, വേറൊരു കഥ. അപ്പോൾ എന്തായാലും ചേരമാൻ പെരുമാളിൽ ഇവിടെ നിന്ന് ആയാലൊക്കെ വന്ന പഴയ രാജാക്കന്മാരുടെ ഭാഗമില്ല, ആയാലൊക്കെ വന്ന സമയത്ത് ഇവിടെ ഇദ്ദേഹത്തിന് മയങ്ങിപ്പോയി. പെട്ടെന്ന് ഇദ്ദേഹത്തിന് സ്വപ്നത്തിൽ സുബ്രഹ്മണ്യം പ്രത്യക്ഷപ്പെട്ടിട്ടാണ് ഇവിടെ അടുത്ത് എൻ്റെ സാന്നിധ്യമുണ്ട്, എൻ്റെ വിഗ്രഹമുണ്ട്, അതുകൊണ്ട് ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ഒന്ന് പോയി നോക്കുന്ന സമയത്ത് കാട്ടിനകത്ത് വിഗ്രഹമുണ്ട്. കാണില്ലേ മല അതാണ് ഞങ്ങളെത്തണം. അങ്ങനെ ഈ വിഗ്രഹം അദ്ദേഹം ഈ ചെയർമാൻ പെരുമാൾ എന്ത് ചെയ്തു, ഈ വിഗ്രഹം കണ്ടെടുത്തിട്ട് അദ്ദേഹം അവിടെ കാടൊക്കെ വെട്ടിക്കഴിച്ച് അദ്ദേഹം മലയുടെ മേലെ അദ്ദേഹമാണ് പടിഞ്ഞാറ് തിരിച്ചിട്ട്. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളും കിഴക്കോട് തിരിഞ്ഞ് അധികം ഉണ്ടാവില്ല. ഇത് കേരളത്തിലെ നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ഈ ചേരമാൻ പെരുമാൾ പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ് ഇത് കേരളത്തെ അനുഗ്രഹിച്ചുകൊണ്ടാണ്. പടിഞ്ഞാറോട്ട് അങ്ങോട്ടാണ്, ഇതിൻ്റെ മുഖം അങ്ങോട്ടാണ്, കേരളത്തിലേക്കാണ്. അപ്പോൾ കേരളത്തിലേക്ക് മുഖം വെക്കാനുള്ള കാരണം കേരളത്തെ എപ്പോഴും ഈ മുരുകൻ കേരളത്തിലേക്ക് ഒരു നോട്ടമുണ്ട്. ആ ഒരു നോട്ടം കേരളത്തിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് മലയാളികൾക്ക് വലിയൊരു ഭാഗത്തിനും മുരുകൻ ഇവിടെ പഴനിയിൽ വരാനുള്ള കാര്യം. മറ്റു സ്ഥലങ്ങളിലൊന്നും പോയി പഴനി വരും. അപ്പോൾ പണ്ട് കാലം മുതലേ ഒരു ബന്ധമുണ്ട് കേരളമായിട്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹമാണ് പിന്നീട് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. ചേരമാൻ പെരുമാളാണ് ഇന്ന് കാണുന്ന ക്ഷേത്രത്തിൽ ഒരു ഭാഗം നിർമ്മിച്ചത്. പിന്നീട് പല കാലഘട്ടങ്ങളിലായിട്ട് പല രാജാക്കന്മാർ ക്ഷേത്രത്തിന് നിർമ്മാണം പൂർത്തിയാക്കി. ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് പഴനിമല. ഓക്കെ, അപ്പോൾ ആ പഴനിമല അവിടുത്തെ പഞ്ചാമൃതം ഈ വിഗ്രഹത്തിൽ ഒഴിക്കുന്നത് കൊണ്ടാണ് അതിന് അത്രമാത്രം പ്രസിദ്ധി കൈവരാനുള്ള കാരണം. അപ്പോൾ പഴനിമലയും പഴയ പഞ്ചാമൃതവും അവിടുത്തെ കാവടി എടുക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അത് ഹിഡുംബരുടെ അന്നത്തെ ആ കാവടി എടുക്കുന്നതിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ടാണ്. തല മുട്ടയടിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തല മുട്ടയടിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും അഹത്ത ഇല്ലാതെ ആക്കാമെന്ന് ഉദ്ദേശിക്കും. ഇവിടെ തിരുപ്പതിനെ പോലെ തിരുപ്പതിയിൽ സമർപ്പിക്കുന്നത് ഇവിടെ നേരെ തിരിച്ചാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമില്ലാതെ അഹത്തില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ മുണ്ടനം ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാലങ്ങളായിട്ട് വളരെ വർഷങ്ങളായി തുടർന്നു വരുന്ന ആചാരങ്ങൾ ഇപ്പോഴും തുറന്നു വരുന്നൊരു ക്ഷേത്രമാണ് പഴനി മാമല. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റെപ്പ് കയറി 60 സംതിങ് സ്റ്റെപ്പുകളാണ് ആകെയുള്ളത്. പിന്നെ അത് കയറി മേലെ ചെന്നാൽ ഒരു മല, അവിടെ താഴേക്കുള്ള കാഴ്ച, രാത്രിയിലെ കാഴ്ച അതിമനോഹരമാണ്. താഴേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ മുഴുവൻ ദീപാലംഘിതമായിട്ടുള്ള ഒരു പട്ടണം നമുക്ക് കാണാം. അപ്പോൾ അത് കണ്ട് നമുക്ക് അവിടുന്ന് നമ്മൾ പഴനി കറക്റ്റാണ്.